ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇന്നലെ പോകാൻ പോയപ്പോൾ ഭയങ്കര മഴ. ഇന്നും കണ്ടില്ലേ, മൂടിയായിട്ടിരിക്കുന്നു. മഴ ഉണ്ടായിരുന്നു രാവിലെ, റോഡൊക്കെ നനഞ്ഞ് ചെളി. ഇന്നലെയൊക്കെ വെള്ളമായിരുന്നു കേട്ടോ, വണ്ടി ഇറക്കാൻ പറ്റില്ല. പെട്രോൾ പമ്പിൽ ഇരിക്കുന്ന ഡ്രൈവറുമായിട്ട് ഇങ്ങോട്ട് വന്നു. ഒരിടത്ത് പോകണം, ഒരു വീട്ടിൽ. അത് കഴിഞ്ഞിട്ട് കടയിൽ പോയിട്ട് നേരെ വീട്ടിൽ പോകണം കേട്ടോ. അപ്പോൾ ആ വീട്ടിൽ പോകുന്ന ആ വീട്ടുകാർക്ക് നമ്മൾ വീഡിയോ എടുക്കുന്നത് അത്ര താല്പര്യമാവില്ല, അപ്പോൾ അതിന് ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ ആ വീട്ടിൽ കയറിയിട്ട് ഞങ്ങൾ അന്ന് കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പം എന്നിട്ട് വരുമായിട്ട് എൻ്റെ അടുത്ത മലയാളി കട. അപ്പോൾ അതൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. എൻ്റെ റീൽസൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് റീൽസൊക്കെ കാണുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇനിയും റീൽസ് അടുത്ത് തന്നെ പ്രതീക്ഷിക്കാം. സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ റീൽസ് ഇടും. അതുപോലെ ലൈവിലും വരും. ലൈവിൽ വരുമ്പോൾ ഞാൻ ഗിഫ്റ്റ് ബോക്സിൻ്റെ എല്ലാം ഞാൻ ആക്റ്റീവ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ലൈവിൽ വരുമ്പോൾ സൂപ്പർ ചാറ്റിങ് ഗിഫ്റ്റ് ബോക്സൊക്കെ ഉണ്ട്. അപ്പോൾ ഗിഫ്റ്റ് ബോക്സിലൊക്കെ വന്ന് ഗിഫ്റ്റൊക്കെ വേണമെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ ഞാനത് ഇന്നലെ ഞാൻ തന്നെ അത് യൂട്യൂബ് സ്റ്റുഡിയോ പോയി ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഡ്രൈവറായിട്ട് വന്നു. ഹസ്ബൻഡ് വരാൻ നിന്നതാണ് കേട്ടോ. പെട്ടെന്ന് ഓഫീസിൽ പോകേണ്ട ഒരു കാര്യം വന്നുകൊണ്ട് അങ്ങോട്ട് പോയി. എന്നോട് ആ വീട്ടിൽ ഒരു അത്യാവശ്യമുണ്ട്, അപ്പോൾ അതിന് വേണ്ടി പോകുന്നതാണേ. പോയിട്ട് അതിൻ്റെ അടുത്ത് തന്നെ കട. അത് കഴിഞ്ഞിട്ട് വരും. ഞങ്ങളുടെ വീട്ടിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ടാണ് പെട്രോൾ പമ്പ് കേട്ടോ. എല്ലാം മഴ കൊണ്ടൊക്കെ നനഞ്ഞിരിക്കുന്നു. വൈകുന്നേരം ഇറങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര മഴയായിരിക്കും. അതുകൊണ്ട് രാവിലെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അവിടെ വീട്ടിൽ മോനുമുണ്ട് മോളുമുണ്ട് കേട്ടോ. മോള് നോക്കുന്നുണ്ട് നമ്മുടെ സ്കൂബിയെ. എല്ലാവരും ഒന്ന് ചാനലൊക്കെ കണ്ട് സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യുക. അപ്പം ഞാൻ പോകുന്ന ഓൺ ദ വേ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ബാംഗ്ലൂർ എന്ന് പറയുന്ന ബാംഗ്ലൂർ വഴിയാണ് പോകുന്നത് കേട്ടോ. കുറച്ചടുത്താണ്, വീട്ടിൻ്റെ നെക്സ്റ്റ് ബസ് സ്റ്റോപ്പാണ്. പോകുന്ന വഴിയൊക്കെ കുറച്ച് എടുക്കാം കേട്ടോ. റോഡ് വഴി കൂടെയൊക്കെ പോകുന്ന, റോഡ് വഴി കൂടെ അല്ല, റോഡ് വഴി കൂടെ പോയി പെട്ടെന്ന് എത്തേണ്ട വഴിയാണ് നോക്കുന്നത് കേട്ടോ. ഇത് ഒരു ക്ലോക്ക് വൈസിൻ്റെ ഇത് മമതാ ബാനർജി ഉള്ള സമയത്ത് പണിതതാണ്. ഇത് കണ്ടില്ലേ, കണ്ടോ നിങ്ങൾ? ഇത് ഭയങ്കര ഉയരമാണ് കേട്ടോ ക്ലോക്കിൻ്റെ. ഇപ്പോൾ BJP ആണല്ലോ ഇവിടെ. നേരത്തെ മമതയുള്ള സമയത്താണ് ഇതൊക്കെ പണിതത്. ഇതുണ്ട് ലെക്ടോൺ ക്ലോക്ക് ടവർ. ഇത് ലെക്ടോണിലുള്ള ആളാണ് കേട്ടോ. കാണിച്ചില്ല, കണ്ടല്ലോ. നമ്മൾ ലെക്ടോൺ വഴി പോകുന്നു. പിന്നെ എന്താ അറിയുമോ, സിഗ്നൽ കാരണം ഭയങ്കര ജാമാണ്. ഇടയ്ക്കിടയ്ക്ക് സിഗ്നൽ അവിടെ ഉണ്ട്. കൊൽക്കത്ത ബസ് നമ്മൾ കാണണം കേട്ടോ. കൊൽക്കത്തയിൽ ചില ഭാഗങ്ങൾ ഞങ്ങൾ പുറത്തോട്ടൊക്കെ പോവുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ പെറ്റുള്ളതുകൊണ്ട് പുറത്തോട്ടൊന്നും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇവനെയും കൊണ്ട്. ഇല്ലെങ്കിൽ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് എടുക്കാമായിരുന്നു. പണ്ടൊക്കെ നമ്മൾ എപ്പോഴും പോകുമായിരുന്നു. ഇപ്പോൾ പോകാനുള്ള ഇതല്ല. പക്ഷേ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നോക്കട്ടെ. ഞാൻ പുറത്തൊക്കെ പോയി വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കാം. നമ്മുടെ വീട് പണി കഴിഞ്ഞ് വാടകക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഫ്രീ ആവും. അപ്പോൾ നോക്കാം. ഇങ്ങനെ കൊൽക്കത്ത ബസ്സും ഒക്കെ കാണിച്ച് ഇങ്ങനെ രണ്ട് സൈഡുമായിട്ട് ഞാൻ കാണിക്കുന്നതാണ് കേട്ടോ. സുഭാഷ് ചന്ദ്ര ബോസ്. ഇതിൻ്റെ അടുത്താണ് ഫുട്ബോൾ സ്റ്റേഡിയം. ഞാൻ പല വീഡിയോസിൽ നിങ്ങളെ അത് കാണിച്ചു തന്നിട്ടുണ്ട്.
കൊൽക്കട്ടയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയം ഇവിടെയല്ല, അത് ഈഡൻ ഗാർഡനിലാണ്. ഇവിടെ നമ്മുടെ മറോഡോണയൊക്കെ വന്ന ഫുട്ബോൾ. കൊൽക്കത്തയിലെ ഇരുവശങ്ങളും കണ്ടോ. ഞാനിങ്ങനെ കാണിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി. ഒരു ഓൺ ദ വേയിൽ അങ്ങനെ എടുക്കുന്നു എന്ന് മാത്രം കേട്ടോ, ഒന്ന് കാണാൻ വേണ്ടി. കൊൽക്കട്ട നഗരത്തിൻ്റെ തിരക്കുകളും ഒക്കെ ആയിട്ട് കണ്ടില്ലേ. അവിടെ നോക്കി 4 ഫ്ലാറ്റുകളാണ്. ഇത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ഞാൻ 2 സൈഡ് ബോത്ത് ഓഫ് സൈഡ് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ഞാൻ കുറേ എടുത്തു കഴിഞ്ഞാൽ കുറേ ലോങ് വീഡിയോ ആവൂലേ. ഇവിടെ ഒരു പാലം വന്നുകൊണ്ട് ഇരുട്ട് മൂടി കിടക്കും കേട്ടോ. ഇവിടെ ഇതൊരു സ്ഥലം, കുറേ പാലം ഫ്ലൈ ഓവറും ഒക്കെ. അതുകൊണ്ടാണ് ഇവിടെ ഭയങ്കര ഇരുട്ടായിട്ട് തോന്നുന്നത്. ഇപ്പോൾ ആ പാലത്തിൻ്റെ അടിയിൽ കൂടെ പോകുന്നത് കേട്ടോ. ആക്ച്വലി ഫ്രണ്ട്സ്, ഞാൻ പോകുന്ന വഴിക്ക് ലൈവ് ഇടാമെന്നാണ് വിചാരിച്ചേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പിള്ളേരെ ഹസ്ബൻഡ് വിളിക്കുമ്പോൾ ലൈവ് ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പറ്റത്തില്ല, ഒരു ഫോണല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ലൈവ് ഇടാതെ വീഡിയോ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ മെട്രോ സ്റ്റേഷൻ അടുത്ത് കേട്ടോ. അടുത്തടുത്ത് മെട്രോ സ്റ്റേഷനുണ്ട്. എന്നാൽ ഞങ്ങളൊക്കെ വീട്ടിൽ നിന്ന് വന്ന് ഈ മെട്രോയിൽ ഇവിടെ ഈ മെട്രോ സ്റ്റേഷനിൽ വന്നിട്ടൊക്കെ കയറുന്നത് കേട്ടോ. ഇതാണ് വെളുവെച്ച മെട്രോ സ്റ്റേഷനാണ് കേട്ടോ. എൻ്റെ ഫോൺ ക്ലിയർ ആണോ, വീഡിയോ ക്ലിയർ ആണോ എന്നൊന്നും അറിയത്തില്ല. ഇതാണ് നമ്മുടെ സ്റ്റേഡിയം, ഫുട്ബോൾ സ്റ്റേഡിയം കേട്ടോ. കണ്ടില്ലേ, ഇതാണ്. നിങ്ങൾക്ക് കാണാമോ എന്ന് എന്നോടൊന്ന് സൂം ചെയ്ത് തരാം. കണ്ടോ, ഇതാണ് നമ്മുടെ മറോഡോണയൊക്കെ വന്ന്, ഇതാണ് ഫുട്ബോൾ സ്റ്റേഡിയം കേട്ടോ. വീട്ടിൻ്റെ ആ കണ്ടോ. പക്ഷേ ഈ ക്രിക്കറ്റ് സ്റ്റേഡിയം ഈഡൻ ഗാർഡനിലാണ് കേട്ടോ, ഇവിടെയല്ലേ. ഇത് ഞാൻ പല വീഡിയോസിൽ നിങ്ങളെ എടുത്ത് കാണിച്ചു. എന്നിരുന്നാലും പുതിയതായിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ് കേട്ടോ. പുതിയതായിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സ്. അതാണ് നമ്മുടെ കൊൽക്കട്ടയിലെ ഫുട്ബോൾ സ്റ്റേഡിയം. ഇവിടെ ഉണ്ടല്ലോ, ഇത് ആ കാണുന്നത് ITC സോണ ബംഗള ഹോട്ടലാണ് കേട്ടോ. ITC റോയൽ ബംഗാൾ. ഇത് കണ്ടല്ലോ, ഇത് 3 ഹോട്ടൽ ഇവിടെ അടുത്തടുത്തുണ്ട്. ITC റോയൽ ബംഗാൾ, ITC ये रॉयल बंगाल है, आ सोना बंगला है, തിണ്ടു ഹോട്ടൽ. നമ്മൾ ടെൻഡിക്കറൊക്കെ വന്ന് ഇവിടെയാണ് താമസിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ അകത്തൊക്കെ കണ്ടോ, ITC സോണ ബംഗള. ഇത് ITC റോയൽ ബംഗാൾ സോണ ബംഗള ഹോട്ടൽ. എൻ്റെ മോൾക്ക് മീറ്റിങ്ങിനൊക്കെ വരാറുണ്ട് മോള്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഈ ഹോട്ടലിലൊക്കെ മീറ്റിംഗ് ഉണ്ടാകാറുണ്ട്. വയ്യ എനിക്ക് പറഞ്ഞു തരുന്ന കേട്ടോ ഓരോന്ന്. നമുക്കറിയാം, എന്നാലും ഒരു കണ്ടോ ITC സോണ. ഇത് സയൻസ് സിറ്റി കണ്ടോ, ഇവിടുത്തെ സയൻസ് സിറ്റിയാണിത്. 3 ഹോട്ടലും പല വീഡിയോസിലും കാണിച്ചു തന്നിട്ടുണ്ട്. എന്നാലും കാണാത്തവർക്ക് വേണ്ടി കേട്ടോ, നമ്മൾ പുതിയതായിട്ട് വരുന്ന കാണാത്തവർക്ക് വേണ്ടി. ഇതാണ് സയൻസ് സിറ്റി, ഇവിടുത്തെ സയൻസ് സിറ്റി കാണിച്ചു തരാം. ഇതാണ് സയൻസ് സിറ്റി. കണ്ടില്ല ആ ഒരു മഞ്ഞ കളറില്ലേ, അത്. ഇവിടെ കൊൽക്കട്ടയിൽ വരുന്നവർ സയൻസ് സിറ്റി, വിക്ടോറിയ ഒക്കെയാണല്ലോ കാണുന്നത്. ഇതിൻ്റെ അകത്തൊക്കെ കയറിയ ഒരുപാട് കാണാനുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ്. ഇങ്ങനെ കൊൽക്കട്ട നഗരം ഇങ്ങനെ പോകുന്നു. കുറച്ച് കാഴ്ചകൾ കേട്ടോ. കൂടുതലെടുത്തു കഴിഞ്ഞാൽ ലോങ് വീഡിയോ ആയിപ്പോയില്ലേ. ഇത് കണ്ടോ, ഇതാണ് സയൻസ് സിറ്റി. ഇനി നമുക്ക് ഒരു ദിവസം വിക്ടോറിയയിലൊക്കെ പോയി കാണിച്ചു തരാം കേട്ടോ. പുഴയും അതിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കുറച്ച് കണ്ടോ, നല്ല രസമുണ്ടല്ലേ. പുഴയോടെ ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇതിൻ്റെ അടുത്ത് റോഡുകളാണ്, നല്ല നല്ല റോഡുകൾ. നമുക്ക് അടുത്തടുത്ത് തന്നെ റോഡ് കാണാം.
കാലിക്കട്ട നഗരത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ പോകുന്ന വഴിയിൽ കൂടെയുള്ള ഭാഗങ്ങൾ, അല്ലാതെ നമ്മൾ ഇത് വീഡിയോയ്ക്ക് വേണ്ടി വന്നതല്ല കേട്ടോ. പോകുന്ന വഴിക്ക് എടുക്കുന്ന ഓൺ ദ വേയിൽ കാണപ്പെടുന്ന കുറച്ച് ഭാഗങ്ങൾ. ഇത് കാണാൻ നല്ല രസമാണ് കേട്ടോ. പൊല്യൂഷൻ ഭയങ്കര കേട്ടോ, അവിടുത്തെ പൊല്യൂഷൻ ഭയങ്കരമാണ്. ഇൻഡസ്ട്രിയൽ പാർക്കൊക്കെയാണ് അത്. जाम बहुत सिग्नल बहुत पूछे. ബാലിഗഞ്ച് എത്തി. ബാലിഗഞ്ച് എന്ന് പറയുന്ന സ്ഥലത്തെത്തി കേട്ടോ. ഈ ഭയ്യ പറയുന്നേ ഓ ബിർള മന്ദിർ. ബിർള മന്ദിർ കണ്ടില്ലേ? ബിർള മന്ദിർ, കാലിക്കട്ട് ബിർള മന്ദിർ. ഇതാണ് ഭയ്യ പറയുന്നത്. 10 മിനിറ്റ് 15 മിനിറ്റിൻ്റെ ദൂരമേ ഉള്ളൂ. പക്ഷേ ഈ ജാം കാരണം 1 മിനിറ്റൊക്കെ ഉണ്ട്. മോന് പപ്പായയും മത്തങ്ങയും ക്യാരറ്റൊക്കെ ഇട്ട് ഭക്ഷണം കൊടുത്തു. മോനിങ്ങനെ ഭക്ഷണം കഴിച്ചിരിക്കുകയാണ് കേട്ടോ. ഇന്ന് പണിക്കാരത്തേ ഇല്ല, അവധിയാണ്. ഇതിൻ്റെ കൂടെ ഞാൻ പോയ ഒരു യാത്രാ വിശേഷങ്ങൾ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്, നിങ്ങളൊക്കെ കാണണം കേട്ടോ. ഇതെന്താ പൈനാപ്പിൾ പുളിശ്ശേരി, പൈനാപ്പിൾ കറി വച്ചു. തൈരിട്ടൊക്കെ നമ്മൾ പൈനാപ്പിൾ കറി വച്ചു. വന്നിട്ട് ചെയ്ത പണികളാണ് കേട്ടോ. പരിപ്പ് വച്ചു, ചെമ്മീനും മുരിങ്ങക്കായും കിടപ്പുണ്ട്. ചെമ്മീനും മുരിങ്ങക്കായും വച്ചു. പാവയ്ക്ക അടുപ്പത്ത് വച്ചിരിക്കുന്നുണ്ട്. മത്തങ്ങ ഒന്ന് മെഴുക്ക് വരട്ടാൻ വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ പച്ചക്കറിയല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. പിള്ളേർക്ക് ചെമ്മീനൊക്കെ കിട്ടി, ചെറിയ ചെമ്മീൻ കിട്ടിയപ്പോൾ അതൊക്കെ വന്ന് വച്ചു. ഫുഡൊക്കെ കൊടുത്തു മോന്. അപ്പോൾ കൊച്ചു ഒരു ടാറ്റയൊക്കെ തരുന്ന ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ്. ടാറ്റ കൊടുക്കുക, ചേച്ചിമാർക്ക് ചേട്ടന്മാർക്കൊക്കെ ടാറ്റ കൊടുക്കുക. കൊടുത്തേ ടാറ്റ 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 കൊടുത്തേ, ടാറ്റ കൊടുത്തേ, ടാറ്റ. ഒന്നും കൂടെ ടാറ്റ. സ്കൂബിയുടെ മമ്മിയുടെ ഒന്ന് തൊട്ട് കാണിച്ചു കൊടുത്തേ. സ്കൂബിയുടെ മമ്മിയെ ഒന്ന് തൊട്ട് കാണിച്ചു കൊടുത്തേ. സ്കൂബിയുടെ മമ്മിയെ കയ്യിൽ തൊട്ട് കാണിക്കുക. എവിടെ? മമ്മിയുടെ കയ്യിൽ തൊട്ടു. ഓ ഇത് കണ്ടോ, തൊട്ട് കാണിച്ചു കേട്ടോ. കയ്യിൽ തൊട്ടില്ല, മമ്മിയുടെ കയ്യിൽ തൊട്ട് കാണിക്കുക. സ്കൂബിയുടെ മമ്മിയെ കയ്യിൽ തൊട്ട് കാണിക്കടാ. എടേ മമ്മിയുടെ കയ്യിൽ. ആഹാ എവിടെയാ? എത്തുന്നില്ല. അയ്യോ എവിടെ? മമ്മിയുടെ കൈ തൊട്ട് കാണിക്കടാ. ഫുഡ് കൊടുത്തോണ്ട് കിടക്കണം. മമ്മിയുടെ കൈ തൊട്ട് കാണിച്ചു കൊടുത്തേ. സ്കൂബിയുടെ മമ്മി ആരാന്ന്. മമ്മി ഇപ്പോൾ ആ പാപ്പൊക്കെ തന്നില്ലേ, എന്നാ സ്കൂബിയുടെ മമ്മി ആരാന്നൊന്ന് തൊട്ട് കാണിച്ചു കൊടുത്തേ. ഗുഡ് ബോയ്, ഓടി വന്ന് ഒന്ന് തൊട്ട് കാണിച്ചേ. ഓടി വരുന്നുണ്ട് കേട്ടോ. തൊട്ട് കാണിച്ചേ മമ്മിയെ ഒന്ന് തൊട്ട് കാണിച്ചു കൊടുത്തേ. കൈക്ക് തൊട്ട് കാണിച്ചേ. ഇതാണോ സ്കൂബിയുടെ മമ്മി? ഗുഡ് ബോയ്. ഒന്നും കൂടെ തൊട്ട് കാണിച്ചേ. ഇതാണ് മമ്മി. ദേഷ്യത്തിൽ തൊടുന്ന കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നു. യാത്രാവിശേഷങ്ങളൂടെ മോൻ്റെ വീഡിയോയും കൂടെ ഒന്ന് ചേർത്തു. എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. ഓക്കേ.